ഓക്കെ. ഇന്ന് നമ്മൾ ഈ ഒരു വീക്ക്ലി അനാലിസിസിനും അതേപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്ത് മാർക്കറ്റ് ഫാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മന്ത്ലി OB കൂടിയാണ്. മന്ത്ലി OB ടാപ്പ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റ് റിയാക്ഷൻ ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്ലി OB മാർക്കറ്റ് SMC OB ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഡൗൺ സൈഡിലോട്ട് ഒരു റിയാക്ഷൻ തരുന്നുണ്ട്. സോ നമ്മളൊരു 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടിയ സ്ട്രക്ചർ ഏകദേശം ഈ ഒരു സ്ട്രക്ചർ ആണ്. മാർക്കറ്റ് ഫാൾ ചെയ്യുന്നു, എഗെയിൻ അപ്പ്, ഇങ്ങനെ ഒരു ഫാളാണ് കിട്ടിയത്. ഇവിടെ നമുക്കൊരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നത് എന്താ വെച്ചാല് മാർക്കറ്റ് താഴെ ക്ലോസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് മാത്രമാണ് ഡെയിലി ക്യാൻഡിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇതായത് നമുക്കൊരു ആകെയുള്ളൊരു ഡൗൺ സൈഡിലോട്ടുള്ള ഒരു ഫാള് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സ്വീപ്പാണ്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ICT-ന്റെ ഒരു ഓർഡർ ബ്ലോക്ക് താഴെ 1 ഡേ ടൈം ഫ്രെയിമിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു രീതിയിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് മാർക്കറ്റിൽ കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പർട്ടിക്കുലർ പോയിന്റില് ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കാണാം ഡെയിലി ക്യാൻഡിൽ. ഓക്കെ, ഇതൊരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. ഇതൊരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. പക്ഷെ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്കറ്റ് ഫസ്റ്റ് റിയാക്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു റിയാക്ഷൻ അത് അടിപൊളിയായിട്ട് നൽകിയിട്ടുണ്ട്. ദിസ് ഇസ് ലാസ്റ്റ് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഡോഞ്ചി ആണ് മാർക്കറ്റിൽ ഫോം ആയിരിക്കുന്നത് അല്ലെ. ഡോഞ്ചി അതും അപ്സൈഡ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട്. സോ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ബയ്യർ പവർ ആണ്, ബൈയിങ് പവർ ആണ്. ഓൾറെഡി ലിക്വിഡിറ്റി സ്വീപ്പ് നൽകിയിട്ടുണ്ട് ഈ ലോണിന്റെ. ഓക്കെ, ഇങ്ങനെ സ്വീപ്പ് ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ നെക്സ്റ്റ് ക്യാൻഡിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? മാർക്കറ്റ് ഫാൾ ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിൽ ഫാൾ ചെയ്ത് താഴെയുള്ള ലിക്വിഡിറ്റി പോയിന്റ് വരെ മാർക്കറ്റ് ഫാൾ ചെയ്തു. സോ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഈ ഒരു സ്വീപ്പ് മാത്രമായതുകൊണ്ട് ഡൗൺ സൈഡ് ആന്റിസിപ്പേഷനിലോട്ട് അല്ലെങ്കിൽ ഡൗൺ സൈഡ് മാർക്കറ്റ് പോലുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിൽ വെച്ചുള്ള റിയാക്ഷൻ, മാർക്കറ്റിന്റെ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യുമായിരുന്നു കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. കാരണം നല്ല ബൈയിങ് വന്നിട്ട് പിന്നെ മാർക്കറ്റ് സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് ഞാനൊരു സപ്ലൈ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്ലൈ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു ഡെയിലി ടൈം ഫ്രെയിം ആണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഇതൊരു സപ്ലൈ ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനൊന്ന് ടൈം ഫ്രെയിം കുറച്ചുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തത് 4 അവർ ആണ്. 4 അവർ ടൈം ഫ്രെയിമിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഓൾറെഡി ഈ ഒരു സ്വിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 അവറിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ICT ആണ്. ICT ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ ഒരു ICT ഓഫ് 4 അവർ അൺമിറ്റിഗേറ്റഡ് കാണാനായിട്ട് പറ്റും. പക്ഷെ അതിനുശേഷം വരുന്ന എല്ലാ ഏരിയാസും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാതെ, OBs ഇല്ലാതെ എല്ലാം മിറ്റിഗേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കണേ, ഇവിടെ മിറ്റിഗേറ്റഡ് ഏകദേശം എല്ലാം മിറ്റിഗേറ്റഡ് ആണ്. ഇപ്പൊ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു സോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ്. ഇത് മാത്രമാണ് നമുക്ക് അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഫെയർ വാല്യൂ ഗ്യാപ്പ് അവൈലബിൾ ആണ്. പിന്നെ ഒരു ICT ഓർഡർ ബ്ലോക്കും ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ ഒരു ICT OB കൂടിയുണ്ട്. ICT OB ഉണ്ട്, SMC ഓർഡർ ബ്ലോക്ക് ഉണ്ട്, പ്രോപ്പർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് ഒരു റിയാക്ഷൻ കിട്ടും എന്നുള്ള കാര്യത്തിന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിയാക്ട് ചെയ്യും. പക്ഷേ ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യുന്ന മാർക്കറ്റ് ഏത് വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അവെയർ ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു ഏരിയ ആണ് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ കണ്ടോ. ഇതിനൊരു നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഒന്ന് ഡൗൺ വന്നു, എഗെയിൻ ഒന്ന് അപ്പ് വന്നു, എഗെയിൻ ഡൗൺ വന്നു. ഓക്കെ, നമ്മളെ സംബന്ധിച്ചോളം മാർക്കറ്റ് താഴോട്ട് പോകുന്ന ചാൻസസ് നല്ല ഹയർ ചാൻസസ് അല്ല. എന്തുകൊണ്ടാണ്?
നമുക്ക് ഇവിടെ സ്വീപ്പ് നടന്നിട്ടുണ്ട്. സോ മേ ബി മാർക്കറ്റ് ഇതുവരെ പോയ മാർക്കറ്റ് തിരിച്ചു വന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് റിട്ടേൺ തിരിച്ച് മേലോട്ട് നിൽക്കും. ലൈക്ക് ഇതുപോലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ നമ്മളിപ്പോ ഈ ഒരു ഏരിയ വരെ അല്ലെങ്കിൽ ഈ ലിക്വിഡ് ഈ ഒരു OB വരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി കുറച്ച് ഫേവർ ആയിട്ട് കുറച്ച് മൂവ് ചെയ്തിട്ട് അഗൈൻ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പോസിബിലിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്. നമുക്ക് ഏത് വരെ ഇവിടുന്ന് റിയാക്ഷൻ കിട്ടുന്നുള്ള കാര്യത്തിൽ കൺഫേമേഷൻ ആയി. സോ അതുകൊണ്ട് തന്നെ എൻട്രി നമുക്ക് കൺഫേം ആയി. ഇനി ടാർഗറ്റ് എവിടെ വരെ വെക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടാർഗറ്റ് വെക്കാനായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്വിങ്ങിൽ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബ്രേക്കർ ആണ്. ഇതൊരു ബുള്ളിഷ് ഡൊമിനൻസി ഉണ്ടാവും, കാരണം അതൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. വൺസ് ആ ഒരു ഓർഡർ ബ്ലോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ബ്രേക്കർ ആയിട്ട് ആക്കി. സോ ഇവിടുന്ന് വന്ന മാർക്കറ്റ് അതിനെ റിയാക്ട് ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ട് റിയാക്ഷൻ ചെയ്യുന്നു. എന്നിട്ടും ബയേഴ്സ് അത് ഡോമിനേറ്റ് ചെയ്ത് മാർക്കറ്റ് അപ്പിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ നമുക്കൊരു ആന്റിസിപ്പേഷൻ ഉണ്ട് മാർക്കറ്റ് അഗെയിൻ താഴോട്ട് വരികയാണെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കിന്റെ അവിടെ നിന്ന് റിവേഴ്സ് ആവാനുള്ള എല്ലാ സാധ്യതകളും. ഇത് 4 ഹവറിലാണ്. അപ്പൊ ഞാൻ സ്വിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, 50 മിനിറ്റ്സിലോട്ട് മാറ്റി. 50 മിനിറ്റ്സിലോട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് മാർക്കറ്റ് ഓപ്പൺ സോറി 50 മിനിറ്റ്സ് അല്ല 1 അവർ ആണ്. സോ 1 അവറിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്രോപ്പർ ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇപ്പൊ ഇതുവരെയുള്ള ഒരു 4 അവറിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും വലുതായിരുന്നു. പക്ഷെ അതിന് നമുക്ക് കുറച്ചിട്ട് ഈ ഒരു ലെവൽ വരെ ഈ ഒരു രീതിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു രീതി വരെ നമുക്ക് സ്മോളർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്ന ഓർഡർ ബ്ലോക്ക് ഇത്രയും വലുത് നിന്ന് കുറഞ്ഞ് ICT ഓർഡർ ബ്ലോക്കിലോട്ട് ഞാൻ ചുരുക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് എൻട്രീസ് പ്ലേസ് ചെയ്യാൻ കിട്ടിയില്ല. ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് എൻട്രി കിട്ടിയത്. എൻട്രീസ് ഞാനിപ്പോ ഇവിടെ ഡ്രോ ചെയ്യാം. അപ്പൊ നമുക്ക് റിയാക്ട് ചെയ്യുന്ന ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഇതാണ് ലാസ്റ്റ് ഇത്. ഇവിടെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു, എക്സിക്യൂഷൻ ചെയ്യുന്നു. എൻട്രിയിലേക്ക് എങ്ങനെ വരുന്നു പറഞ്ഞു. ഇവിടുന്ന് ഓർഡർ ഇത് ചെയ്യുന്നു, ഓർഡർ ബ്ലോക്കിന് മെയിൻ ഓർഡർ ബ്ലോക്കിന് മേലെ SL പ്ലേസ് ചെയ്യുന്നു. ടാർഗറ്റ് നമ്മുടെ ഗതിയില്ല നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വിൻ റേറ്റ് ഒന്നുമില്ല. സോറി, വിൻ റേറ്റ് അല്ല, റിസ്ക് റിവാർഡ് ഒന്നുമില്ല. 0.87 ഉള്ളൂ. നമുക്ക് 1:1 പോലും കിട്ടുന്നില്ല. പക്ഷേ ഇത് ഹയർ പ്രോബബിലിറ്റി എൻട്രി ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രോബബിലിറ്റിയിലാണ് കൂടുതലായിട്ട് നോക്കുന്നത്, അല്ലാതെ റിസ്ക് റിവാർഡിലല്ല. സോ കൂടുതൽ ഞാൻ എടുക്കുന്ന റിയാക്ഷൻസ് എൻട്രീസ് ആണ്, അല്ലാതെ റാലീസ് അല്ല. റാലീസ് എടുക്കും, നമുക്ക് മന്ത്ലി 1 or 2 റാലീസ് മാത്രമേ കിട്ടത്തുള്ളൂ. അതർവൈസ് നമുക്ക് കൂടുതലും റിയാക്ഷൻ ആണ്. ഞാൻ നെറ്റ് പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്നത് റിയാക്ഷൻ എൻട്രീസിലാണ്. സോ അതുകൊണ്ട് ഞാൻ മാക്സിമം നോക്കുന്നത് റിയാക്ഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കണമെങ്കിൽ ഇതുപോലെ ഒരു എൻട്രി ആയിരുന്നു. പക്ഷെ നമ്മൾ ആക്ച്വലി അങ്ങനെ ഒരു എൻട്രി അല്ല പോയത്. മാർക്കറ്റ് അഗെയിൻ നമ്മൾ ചെറിയൊരു $3 സംതിങ് ചെറിയൊരു പ്രോഫിറ്റിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ രാവിലെ ഒരു 8:30 ടൈമിൽ എൻട്രി പ്ലേസ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് 2 മണിയായ സമയത്തും അതിന് കാര്യമായിട്ടുള്ള മൂവ്മെന്റ്സ് ഇല്ല. സോ എന്നെ സംബന്ധിച്ചോളം ഞാൻ അത്രയും ടൈം ഒന്നും ഇതിനു വേണ്ടി കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ സോ അതുകൊണ്ടാണ് ഞാൻ മുന്നേ കൂട്ടി സെല്ല് ചെയ്തത്. പക്ഷെ ഞാൻ സെല്ല് ചെയ്തതിന് ശേഷം കുറച്ച് ടൈമിൽ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഫാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് എന്റെ എൻട്രി ഇവിടെ മാർക്ക് ചെയ്യാൻ. ഇന്ന് 23 എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. എൻട്രി എന്ന് പറയുന്നത് 18,766. 18. TP വെച്ചത്, പ്രോഫിറ്റ് വെച്ചത് സ്റ്റോപ്പ് ലോസ്
ഈ ഒരു രീതിയിലായിരുന്നു എൻട്രി വന്നത്. 0.71 ആണ് എൻ്റെ റിസ്ക് റിവാർഡ് ഉണ്ടായിരുന്നത്. ഈ ഒരു എൻട്രിയിൽ പക്ഷെ ഞാൻ സെൽ ഓഫ് ചെയ്തത്, ഞാൻ കട്ട് ചെയ്തത്, പൊസിഷൻ കട്ട് ചെയ്തത് ഞാൻ ഈ ഒരു ഏരിയയിൽ തന്നെ പൊസിഷൻ കട്ട് ചെയ്തു, സെൽ ഓഫ് ചെയ്തു. എക്സാക്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഞാൻ പൊസിഷൻ ക്ലോസ് ചെയ്തു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരുപാട് നേരമായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, അത് റേഞ്ച് ടാപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ആ രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വന്നത്. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ $2.88 ഒരു പ്രോഫിറ്റ് ആണ് വന്നത്. അതിൽ $2.28 നമുക്ക് ചാർജസ്, സോറി, കമ്മീഷൻ ആയിട്ട് സോറി നമുക്ക് $2.88 ആണ് പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. കമ്മീഷൻ $0.60, ടോട്ടൽ $2.28 നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു എൻട്രി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ നെക്സ്റ്റ് നമ്മളെ അടുത്ത ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ് സൈഡിലോട്ടുള്ളൊരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇതൊരു ഞാനൊരു സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതാണ്. ബട്ട് ഞാൻ ഡയറക്റ്റ് എൻട്രി ചെയ്ത് ഇപ്പൊ തൽക്കാലം പ്ലാൻ ചെയ്യുന്നില്ല. ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ വെച്ചാല് റിയാക്ഷൻ കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ ഞാൻ എടുക്കുന്നില്ല. പകരം മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അപ്ലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി വരെ, അതായത് ഇതാണ് എൻ്റെ ഫൈനൽ ലിക്വിഡിറ്റി, ഈ ലിക്വിഡിറ്റി വരെ ഞാൻ എക്സ്പെക്ട് ചെയ്യും അപ്സൈഡിലോട്ട്. മോസ്റ്റ്ലി ആ ഒരു ലിക്വിഡിറ്റി വരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു എൻട്രി ആയിരിക്കും ഞാൻ എടുക്കുന്നുണ്ടാവുക അപ്സൈഡ് ആണെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നോർമലി ഇവിടെ ടാപ്പ് ചെയ്താൽ ഡൗൺ സൈഡ് വരികയാണ്, ഇവിടെ എന്തെങ്കിലും നമുക്ക് ഒരു പ്രോപ്പർ എൻട്രി മോഡൽ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ട്രേഡ് എടുക്കും. വൺസ് ഈ ഒരു മാർക്കറ്റ് ഇതിന്റെ ക്ലോസ് ചെയ്യുന്നത് വരെ ഞാൻ ഡൗൺ സൈഡ് മാർക്കറ്റിനെ വലിയ രീതിയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് പോകുന്നുള്ള കാര്യം വലിയ രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വൺസ് ഇതിന് താഴെ ക്ലോസ് ചെയ്ത് അഗെയിൻ ഒരു റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ 4 hour OB ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു അൺമിറ്റിഗേറ്റഡ് OB ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഞാൻ താഴത്ത് വലിയ രീതിയിൽ ആന്റിസിപ്പേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു മാർക്കറ്റ് സമ്മറി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു ട്രേഡ് ഉണ്ടായിരുന്നത് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലാണ് ഓൾറെഡി. സോ ഇത്രയുള്ളൂ. താങ്ക് യു.